ഹായ് ഹലോ നിത്ര ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാര്യത്തെ കിളിക്കൂടിൻ്റെ വിശേഷം നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മളെ സുനന്ദയെയും അശ്വിനെയും സുഭാഷ് ചേട്ടൻ്റെ വീട്ടിലേക്ക് വിരുന്നൊക്കെ വിളിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെ അവർ നല്ല രീതിയിൽ അവിടെ എല്ലാവരോടും സംസാരിച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് സുഭാഷ് ചേട്ടൻ്റെ കല്യാണത്തെക്കുറിച്ചൊക്കെ അശ്വിൻ ചോദിക്കുന്നത്. ആ സമയത്ത് സുധീഷൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ആ സുഭാഷ് ചേട്ടൻ്റെ കല്യാണമൊക്കെ പെട്ടെന്നുണ്ടാവും, ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോകാൻ നേരത്തെ നമ്മളെ സുനന്ദ എല്ലാവരോടും യാത്ര ചോദിക്കുന്നുണ്ട്. നമ്മളെ നിധിയെ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടനെ നന്നായിട്ട് നോക്കണം, സുഭാഷ് ചേട്ടനെ ഒരു കല്യാണം കഴിപ്പിക്കണം, എനിക്കതൊക്കെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. നിധിയാണെങ്കിൽ സുധീഷിനെ റൂമിലേക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട്, നമ്മളെ വീട്ടിലേക്ക് ആദ്യമായിട്ട് അവർ വിരുന്ന് വന്നതല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ, എൻ്റെ കയ്യിൽ ഞാൻ ഉപയോഗിക്കാത്തൊരു പുതിയ സാരി ഉണ്ട്, അത് ഞാൻ സുനന്ദയ്ക്ക് കൊടുക്കാം, പക്ഷേ അശ്വിന് എന്ത് കൊടുക്കും, എന്തെങ്കിലും കൊടുക്കാൻ ഞാൻ മോശമല്ലേ, ഒരാൾക്ക് മാത്രമേ എങ്ങനെയാണ് കൊടുക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ കയ്യിൽ ഒരു പ്രാവശ്യം ഇട്ടൊരു ഷർട്ട് ഉണ്ട്, അത് മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതാണോ ഒരാൾക്ക് കൊടുക്കുക, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സുധീഷ്, എൻ്റെ കയ്യിൽ ഞാൻ ഉപയോഗിക്കാത്തൊരു നല്ലൊരു വാച്ച് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പോകാൻ നേരത്ത് അവർക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം അവർ വാങ്ങിക്കാനൊന്നും കൂട്ടാക്കുന്നില്ല, പിന്നെ അവർ നിർബന്ധിച്ചിട്ട് വാങ്ങുന്നുണ്ട്. പിന്നെ ഭാസ്കർ മാമനോട് അനുഗ്രഹമൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ സുനന്ദ. അപ്പോൾ ഭാസ്കർ മാമൻ അവരെ വിളക്ക് കത്തിച്ചിട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഭാസ്കർ മാമൻ്റെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ട് സുഭാഷ് ചേട്ടൻ്റെ പോക്കറ്റിൽ പോയിട്ട് പൈസയൊക്കെ എടുത്തിട്ട് അവരെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരത് വാങ്ങിക്കുന്നില്ല. അപ്പോൾ ഭാസ്കർ മാമൻ പറയുന്നുണ്ട്, ഇത് എൻ്റെ ഒരു സന്തോഷത്തിന്, ഇതുകൊണ്ട് നിങ്ങൾ സിനിമ പോയി കാണണം, നല്ലൊരു സിനിമ, അതുപോലെ ആയിരിക്കണം പിന്നെ നിങ്ങളെ ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട് ഭാസ്കർ മാമനെ അനുഗ്രഹിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ പോകാൻ നേരത്തെ എല്ലാവരോടും യാത്രയൊക്കെ ചോദിച്ച് സുഭാഷ് ചേട്ടനോട് സ്പെഷ്യലായിട്ട് യാത്രയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോകുമ്പോൾ നമ്മൾ സുഭാഷ് ചേട്ടനെ തിരിഞ്ഞു നോക്കിയിട്ടാണ് സുനന്ദ പോകുന്നത്. സുഭാഷ് ചേട്ടനും അതുപോലെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വീട്ടിലെത്തിയ സുനന്ദ റൂമിലിരുന്നിട്ട് ഓരോന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ റൂമിൻ്റെ ജനവാതിലെ കർട്ടനൊക്കെ മാറ്റിയിട്ട് പുറത്തേക്ക് നോക്കുന്നുണ്ട്. റോഡിലേക്ക് സുഭാഷ് ചേട്ടൻ വരുന്നതും ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് അവൾ കരയുന്നതും കഴിഞ്ഞ ഓരോ നിമിഷങ്ങൾ ആലോചിച്ചിട്ട് കരയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് അശ്വിൻ റൂമിലേക്ക് വരുന്നത്. എന്നിട്ട് അവൾ മൂഡ് ഓഫ് ആയിരിക്കുന്നത് കാണുമ്പോൾ പറയുന്നുണ്ട്, എന്താ ആലോചിക്കുന്നു ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, ഞാൻ ഇത്രയും കാലം ഈ റൂമിലല്ലായിരുന്നു നിന്നിരുന്നത്, നാളെ തൊട്ട് ഇവിടെ അല്ല എന്ന് അറിയുമ്പോൾ ഒരു സങ്കടം, അത്രയേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം അശ്വിൻ പറയുന്നുണ്ട്, അതെനിക്ക് മനസ്സിലാവുന്നു. സുനന്ദയാണെങ്കിൽ പറയുന്നുണ്ട്, ഇനി എനിക്ക് എല്ലാവരും പുതിയതല്ലേ, ഇനി നമ്മളെ ജീവിതത്തിലേക്ക് എല്ലാം പുതിയതായിട്ട് വരില്ല, അപ്പം അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ ഇത്തിരി സമയം വേണം, അത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ എന്ന്. അശ്വിനാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പക്വതയോടെ മനസ്സിലാക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് തന്നെ എനിക്കത് മനസ്സിലാവും, അതൊക്കെ ഞാൻ എത്ര വേണമെങ്കിലും തരാം, നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാമല്ലോ, അതിനൊന്നും ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പം എന്തായാലും നിനക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനല്ലേ നീ ആഗ്രഹിക്കുന്നത്, അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ട് അത് നടക്കട്ടെ, ഞാൻ എന്തായാലും ശല്യം ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ അവിടുന്ന് മാറുന്നുണ്ട് കേട്ടോ. എന്തായാലും സുനന്ദയെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭർത്താവ് തന്നെയാണ് സുനന്ദയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസമായപ്പോൾ നമ്മളെ സുനന്ദ അശ്വിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ലളിതയാണെങ്കിൽ അവർ ആരതി ഒഴിയുന്നുണ്ട്. രണ്ടുപേരുടെയും അനുഗ്രഹമൊക്കെ നമ്മളെ സുനന്ദയും അശ്വിനും വാങ്ങിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആച്ചമ്മയുടെയും മാമൻ്റെയും ഒക്കെ അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്. പോകാൻ നേരമായപ്പോൾ നമ്മളെ സുനന്ദയുടെ അമ്മ ലളിത ഭയങ്കരമായിട്ട് കരച്ചിലാട്ടോ, സുനന്ദയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അന്നേരം ഗംഗാധര മാമനൊക്കെ പറയുന്നുണ്ട് കേട്ടോ, അവളുടെ കല്യാണം കഴിച്ച് വീട്ടിലേക്കല്ലേ പോകുന്നത്, ഭർത്താവിനോടൊപ്പം താമസിക്കാനല്ലേ പോകുന്നത്, അതിനെന്തിനാ നീ കരയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ലളിതയെ പിടിച്ചു മാറ്റുന്നൊക്കെ ഉണ്ട്. പക്ഷേ ലളിത ഭയങ്കര സങ്കടത്തിലാട്ടോ. പോവാൻ നേരത്ത് നമ്മുടെ സുനന്ദയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ആളുകളെ കാണിപ്പിക്കാനെങ്കിലും ഒരു തുള്ളി കണ്ണുനീർ നിന്റെ കണ്ണിന്ന് പോയിക്കൂടെ, നീ എന്താ ഇങ്ങനെ ചെയ്യുന്നത്, നിനക്കൊരു സങ്കടമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സുനന്ദയോട് ഭയങ്കരമായിട്ട് കുറച്ച് ഹാർഷായിട്ടൊക്കെ നമ്മളെ ലളിത പിന്നീട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. സുഭാഷ് ചേട്ടനാണെങ്കിൽ ഇവിടെ അടുക്കളയിൽ പാട്ടൊക്കെ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ആള് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. കൂടെ ആളും പാടുന്നൊക്കെ ഉണ്ട്. സുധീഷും ഇതൊക്കെ കണ്ടിട്ട് ഇത് എന്താ ഇപ്പം സംഭവം, ആള് നല്ല ഹാപ്പി ആണല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളെ നിധി ആണെങ്കിൽ ഇന്റർവ്യൂക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അവൾക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് ഒരു HR ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ അവൾക്ക് ജോലി ഉറപ്പാവുള്ളൂ. എന്നാലും 99% ഇപ്പം ജോലി കിട്ടിയെന്നുള്ള സന്തോഷത്തിലാണ് കേട്ടോ അവൾ നിൽക്കുന്നത്. അപ്പോൾ പോകുന്നതിന് മുമ്പ് സുഭാഷ് ചേട്ടനോട് പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടൻ എന്ന സന്തോഷത്തിലാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും സുധീഷ് നമ്മളെ നിധിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, സുഭാഷ് ചേട്ടന് ഇതെന്ത് പറ്റി, സുഭാഷ് ചേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ പിടി കിട്ടുന്നില്ല, ഇന്നലെ വരെ ആൾക്ക് കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നു സുനന്ദയുടെ കാര്യമൊക്കെ ആലോചിച്ചിട്ട്, ഇന്ന് രാവിലെ ആയപ്പോൾ ആൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, സുനന്ദ ഇവിടെ വിരുന്ന് വന്ന് പോയതിന് ശേഷം ആൾ ഭയങ്കര ഹാപ്പിയാണല്ലോ എന്ന്. അപ്പോൾ നമ്മൾ നിധി പറയുന്നുണ്ട് കേട്ടോ, സുനന്ദയുടെ ജീവിതം സന്തോഷമാണെന്ന് സുഭാഷ് ചേട്ടന് മനസ്സിലായി, സുഭാഷ് ചേട്ടൻ എപ്പോഴും മറ്റുള്ളവരുടെ സന്തോഷമാണ് ആഗ്രഹിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്, അല്ലാതെ നമ്മളെ സുനന്ദയ്ക്ക് കുറച്ച് സങ്കടമാണ് ജീവിതം എന്നുണ്ടെങ്കിൽ സുഭാഷ് ചേട്ടന് ഒരിക്കലും സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ, അവളുടെ ഹസ്ബൻഡും സൂപ്പറാണ്, അതുകൊണ്ടാണ് സുഭാഷ് ചേട്ടന് സന്തോഷം, അത്രയേ ഉള്ളൂ എന്ന്. ചില സമയത്തൊക്കെ സ്നേഹം പിടിച്ചു വെക്കൽ മാത്രമല്ല വിട്ടുകൊടുക്കലും ഒരു തരത്തിൽ സ്നേഹം തന്നെയാണെന്നൊക്കെ നിധി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സുഭാഷ് ചേട്ടൻ വന്നിട്ട് ഒരു പാട്ടിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. സുഭാഷ് ചേട്ടൻ പാട്ട് വെച്ചല്ലോ, സന്തോഷത്തിലാണല്ലോ എന്നൊക്കെ. സുഭാഷ് ചേട്ടനും ഇപ്പം മുഖത്ത് നല്ല തെളിച്ചും വെട്ടൊക്കെ കാണുന്നുണ്ട്. എന്തായാലും സുനന്ദയുടെ ജീവിതം
ഹാപ്പിയാണ്. സുഭാഷേട്ടൻ്റെ കൂടെ നിൽക്കുന്നതിനെക്കാട്ടി കംഫർട്ടബിൾ ആയിരിക്കും അവൾ അവിടെ നിൽക്കുന്നതെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. എന്തായാലും സുഭാഷേട്ടൻ ഓക്കെ ആയി വരുന്നു. സുനന്ദയും അതുപോലെ തന്നെ ഓക്കെ ആയി വന്നാൽ മതിയായിരുന്നു. എന്തായാലും ഇനി നിധിയുടെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ സുനന്ദയുടെ ഭാവി ജീവിതവും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എന്നെ ഒന്ന് ഫോളോ ചെയ്യും. ബൈ.